ക്രിസ്മസിന് ഇനി വരും 4 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. ഇത് കാനഡയിലെ 4ാമത്തെ ക്രിസ്മസ് ആണ്. ഞാനും ഹസ്ബൻഡും മാത്രമായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് എന്താഘോഷിക്കാനെന്ന് വിചാരിച്ച് സാധാരണ ഒരു വിശേഷ ദിവസം ഞങ്ങൾ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാറില്ല. വലിയ ട്രീ തന്നെ സ്വപ്നം കണ്ട് കടയിൽ ട്രീയുടെ വിലയൊക്കെ കേട്ടപ്പോൾ എന്നാൽ പിന്നെ വീടിന്റെ ബാക്കിലുള്ള പൈൻമരത്തിൽ നിന്ന് 2 കമ്പെങ്കിലും വെട്ടി ട്രീ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ വെറുതെ പോയത് മാത്രം മിച്ചം. തണുപ്പും മഞ്ഞ് വീണ് കിടക്കുന്നതും കാരണം എനിക്ക് അതിനകത്തുനിന്ന് ഒരു കമ്പ് പോലും വെട്ടാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഒന്ന് കളറാക്കാന്ന് വിചാരിച്ചു. ഈ ബെറിയുടെയൊക്കെ ഒരു ബ്രാഞ്ചിന് തന്നെ $3 കേട്ടോ. അപ്പോൾ അത് കൂടെ ഒരു 3-4 ഒന്നും വാങ്ങിച്ച് ഒരു വേസിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞാനത് ഒരെണ്ണം വാങ്ങിച്ച് പിന്നെ അതിൻ്റെ ഒരു ചെറിയ പാക്കറ്റിൽ കുറച്ചുള്ളതും കൂടെ വാങ്ങിച്ച് വീട്ടിലുണ്ടായിരുന്ന ഗ്ലാസ് ബോട്ടിലിൽ ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ മാല പോലെ കിട്ടുന്ന ഒരു പച്ച സാധനം ഉണ്ടല്ലോ, അത് ചുറ്റി ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ അത് ഒരെണ്ണത്തിലൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് വേറൊരു റീത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ക്രിസ്മസ് ആഘോഷിക്കാത്തത് എനിക്കൊരു പുതുമയൊന്നും അല്ല കേട്ടോ. ഞാനൊരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലാദ്യമായിട്ട് ഒരു ക്രിസ്മസ് സ്റ്റാർ തന്നെ തൂക്കണത്. ഏറ്റവും വില കുറഞ്ഞ ഒരു ഉണ്ണീശോ സെറ്റും കൂടി വാങ്ങിച്ചു. അതുകൊണ്ട് തന്നെ ഉണ്ണീശോയും യൗസേ പിതാവും മാതാവും രാജാക്കന്മാരും ഒക്കെ മൂക്കും കയ്യും ഒക്കെ ഒടിഞ്ഞും പിന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. എന്നിട്ട് പോലും അത് വെച്ച് ഞങ്ങളൊരു പോർട്ടബിൾ പുൽക്കൂടാണ് ഉണ്ടാക്കിയത്. കാരണം രാത്രിയാകുമ്പോൾ ഇതാരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് വെറുതെ ഒരു പേടി. അതുകൊണ്ട് വൈകിട്ടെടുത്ത് അകത്ത് വെക്കും, രാവിലെ എടുത്ത് പുറത്ത് വെക്കും. അങ്ങനെ ഇന്ന് അവനിൽ വെച്ച് കുറച്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കി ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ.